നാഗർകുർണൂൽ ടണൽ ദുരന്തത്തിൽ രക്ഷാദൗത്യം അനിശ്ചിതത്വത്തിൽ. കൂറ്റൻ ചെളിക്കൂനയാണ് വെല്ലുവിളി ഉയർത്തുന്നത്. 10,000 ക്യൂബിക് മീറ്ററെങ്കിലും ചെളി നീക്കാതെ കുടുങ്ങിപ്പോയവരെ കണ്ടെത്താനാകില്ല എന്നുള്ളതാണ് ദൗത്യ സംഘം പറയുന്നത്. KB ശ്രീധരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഇതിപ്പോ ഇങ്ങനെ അനിശ്ചിതാവസ്ഥയിലാകുന്നു. ഇത്രയും ചെളി നീക്കാൻ പുതിയ എന്തെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചനയുണ്ടോ? അതായത് നിലവിൽ ഉള്ള രീതിയിൽ നിന്ന് മാറി പുതിയ വെല്ലുവിളി നേരിടുമ്പോൾ അതിനെ എങ്ങനെ നേരിടാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഈ മേഖലയിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ദൗത്യത്തിൽ പങ്കെടുത്ത് പരിചയമുള്ള നിരവധി ആളുകളെ, നിരവധി സംഘങ്ങളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. 40 മീറ്റർ അടുത്തുവരെ എത്താൻ പറ്റിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിന് ഏറ്റവും തടസ്സം ഈ ബോറിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ചുണ്ടായിട്ടുള്ള ആ അവശിഷ്ടങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ചെളി, കോൺക്രീറ്റ് കൂനകൾ, ഇതെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഈ രക്ഷാദൗത്യ സംഘം എത്തുന്നതിന് തൊട്ട് മുൻപ് പോയാൽ ദൂരേക്ക് കാഴ്ച കാണാൻ പറ്റാത്ത രീതിയിൽ ചെളിയും മണ്ണും ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇത് പുറത്തേക്ക് എത്തിക്കുക തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ടണലിനകത്തേക്ക് ലോറികളും JCB ഒക്കെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അത് തിരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഏതാണ്ട് 10,000 ക്യൂബിക് മീറ്റർ ചെളിയും അവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ നിലവിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ കൂടി സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ റാറ്റ് മൈനേഴ്സ് വന്നു. ഉത്തരാഖണ്ഡിലെ ടണലിലൊക്കെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത റാറ്റ് മൈനേഴ്സൊക്കെ ഈ സംഘത്തിലുണ്ട്. സേനയുടെ വിവിധ വിഭാഗങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും 120 മണിക്കൂർ പിന്നിടുകയാണ് ഈ രക്ഷാദൗത്യം. ഇപ്പോഴും അതിന് ഒരു അറ്റം കാണാൻ ആയിട്ടില്ല. ഏതായാലും 2 ദിവസത്തിന് ഉള്ളിൽ ഈ രക്ഷാദൗത്യം പൂർത്തീകരിക്കുമെന്നൊക്കെയാണ് ഇതിൻ്റെ ചുമതല നേതൃത്വം നൽകുന്ന മന്ത്രി ഉത്തംകുമാർ റെഡ്ഡി അറിയിക്കുന്നത്. പക്ഷേ അതിനുള്ളൊരു സാധ്യത നിലവിൽ കാണാൻ കഴിയുന്നില്ല. 8 ജീവനുകൾ ഇപ്പോഴും അതിൽ പെട്ടുകിടക്കുന്നു. അവരുടെ അവസ്ഥ എന്താണെന്ന് സംബന്ധിച്ച് ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ എന്നുള്ളതാണ്. പുതിയ പുതിയ വെല്ലുവിളികൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.